ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. PM സൂര്യാഘർ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. 1 കോടി വീടുകളിൽ സൌരോർജ്ജ പാനൽ, ഗുണഭോക്താക്കൾക്ക് 300 യൂണിറ്റ് സൌജന്യ വൈദ്യുതി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കം 3 ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനമെടുത്തില്ലെന്ന് രാജ്ഭവൻ. പരിഗണനയ്ക്കായി അയച്ച 7 ബില്ലുകളിൽ അനുമതി ലഭിച്ചത് ലോകായുക്ത ബില്ലിന്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതു സ്ഥലംമാറ്റ ഉത്തരവ് സംബന്ധിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ തുടരും. സ്റ്റേ നീക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ മുഖ്യപ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടായില്ലെങ്കിൽ കേരളം കാണാത്ത സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ISL-ൽ ഒഡീഷ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. PM സൂര്യാഘർ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ 1 കോടി വീടുകളിൽ മേൽക്കൂര സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും ഗുണഭോക്താക്കൾക്ക് 300 യൂണിറ്റ് സൌജന്യ വൈദ്യുതി ലഭിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതി ഭവന് അയച്ച 7 ബില്ലുകളിൽ 1 മാത്രം രാഷ്ട്രപതിയുടെ അംഗീകാരം. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച 3 ബില്ലുകൾക്ക് അനുമതി ലഭിച്ചില്ല. ഗവർണറെ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബിൽ 2022, യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബിൽ 2022, യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബിൽ 2021 എന്നിവയ്ക്ക് രാഷ്ട്രപതി അനുമതി നൽകിയില്ലെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. ലോകായുക്ത ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം ലഭിച്ചത് സർക്കാരിന്റെ നേട്ടത്തിനപ്പുറം ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്ന് മന്ത്രി P. രാജീവ്. സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ ഒരു ബില്ല് അന്ന് തന്നെ ഗവർണർ ഒപ്പുവയ്ക്കേണ്ടതായിരുന്നുവെന്ന് മന്ത്രി വാർത്താലേഖകരോട് പറഞ്ഞു. ലോകായുക്ത നിയമ ഭേദഗതി ബിൽ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ തീരുമാനം ദൌർഭാഗ്യകരമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഇതോടുകൂടി ലോകായുക്ത നിയമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലംമാറ്റ ഉത്തരവിനെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. പരാതിയുള്ളവർക്ക് ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണെന്ന് കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ സമീപിച്ചാൽ 10 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. CPI-M നേതാവ് P. ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാളൊഴികെ 8 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിധി. 2ാം പ്രതിയായ ചിരിക്കണ്ടോത്ത് പ്രശാന്ത് കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. എങ്കിലും വിചാരണ കോടതി വിധിച്ച ഇയാളുടെ ശിക്ഷ 10 വർഷത്തെ കഠിന തടവിൽ നിന്ന് 1 വർഷത്തെ വെറും തടവായി കുറച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ഇത് സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സമർപ്പിച്ച അപ്പീലുകൾ ഡിവിഷൻ ബെഞ്ച് തള്ളി. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാൾ അറസ്റ്റിലായി. പാലക്കാട് സ്വദേശി അഖിലിനെ ഇന്ന് പുലർച്ചെ അന്വേഷണ സംഘം പാലക്കാട് വച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കേസിൽ 6 പേർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. നിലവിൽ കേസിൽ 11 പ്രതികളാണ് ഉള്ളത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡീൻ ഉൾപ്പെടെ അധ്യാപകരെയും പ്രതികളാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി എടുത്തില്ലെങ്കിൽ കേരളം കാണാത്ത സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K. സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിച്ച സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ആരംഭിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. PM സൂര്യ ഘർ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. 1 കോടി വീടുകളിൽ സൌരോർജ്ജ പാനൽ. ഗുണഭോക്താക്കൾക്ക് 300 യൂണിറ്റ് സൌജന്യ വൈദ്യുതി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കം 3 ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനമെടുത്തില്ലെന്ന് രാജ്ഭവൻ. പരിഗണനയ്ക്കായി അയച്ച 7 ബില്ലുകളിൽ അനുമതി ലഭിച്ചത് ലോകായുക്ത ബില്ലിന്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതു സ്ഥലംമാറ്റ ഉത്തരവ് സംബന്ധിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ തുടരും. സ്റ്റേ നീക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ മുഖ്യപ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ISLൽ ഒഡീഷ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.